ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ എ സി ഉപയോഗിക്കുമ്പോൾ കറണ്ട് ബില്ല് കുറക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ എ സി ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലേലും നമ്മുടെ എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. കാരണം ഫിൽറ്റർ ബ്ലോക്ക് ആയാൽ തന്നെ നമ്മുടെ കംപ്രസർ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതായിട്ട് വരും. കാരണം എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. എ സിക്ക് എയറിനെ റൂമിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള വഴിയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ നമ്മൾ 2 മാസത്തിൽ അല്ലെങ്കിൽ 1 മാസത്തിലാണെങ്കിൽ ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സ്കൂൾ അവധിയാണ്, പിന്നെ ചൂടുകാലമാണ്. അതുകൊണ്ട് തന്നെ എ സിയുടെ ഉപയോഗം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കഴിയുന്നതും 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിലെങ്കിലും നമ്മൾ എ സിയുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എ സി വർഷത്തിൽ ഒരിക്കലെങ്കിലും എ സി വാട്ടർ സർവീസ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ എ സി അഴിച്ചു കൊണ്ടുപോയിട്ട് ചെയ്യിക്കണമെന്നില്ല. ടെക്നീഷ്യന്മാർ വന്നിട്ട് നമ്മൾ പ്രഷർ മോട്ടർ വെച്ചിട്ട് തന്നെ എ സി സർവീസ് ചെയ്യും. അങ്ങനെ ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടെക്നീഷ്യന്മാരെ കൊണ്ട് നമ്മുടെ എ സിയുടെ ഗ്യാസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. എ സിയുടെ ഗ്യാസ് ചിലപ്പോൾ പൈപ്പ് ലീക്കായാൽ പോകാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കാലപ്പഴക്കം കൊണ്ടൊക്കെ വർഷങ്ങളായിട്ടൊക്കെ ഇരിക്കുന്ന എ സികൾ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരാറുണ്ട്. കാരണം ഇപ്പോൾ ഒരു 120 പ്രഷറിലെ ഗ്യാസുകളാണ് 32-410 അങ്ങനത്തെ ഗ്യാസ് ആണെങ്കിൽ ചിലപ്പോൾ അതൊരു 70-80 ആണെങ്കിലും ഗ്യാസ് കുറഞ്ഞതുകൊണ്ട് എ സിക്ക് കൂളിംഗ് കുറവാകാറുണ്ട്. അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യിക്കുമ്പോൾ ടെക്നീഷ്യന്മാരെ കൊണ്ട് എ സിയുടെ ഗ്യാസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ടതാണ്, അഥവാ എ സിയുടെ ടെമ്പറേച്ചർ നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്യുന്നത് അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരിക്കലും നമ്മൾ ഒരു കാരണവശാലും എ സിയുടെ ടെമ്പറേച്ചർ 20 ഡിഗ്രിയിൽ താഴെ കൊണ്ട് ചെന്നെത്തിക്കരുത്. കമ്പനി തന്നെ പറയുന്നത് റൂള് 24 ഡിഗ്രിയാണ്. അത് ഏത് കമ്പനി ആയിക്കോട്ടെ, അവരൊക്കെ നമ്മൾ പുതിയ എ സി വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ സ്റ്റിക്കർ കാണാമല്ലോ. 24 ഡിഗ്രി സെറ്റ് ചെയ്യാനാണ് കമ്പനി പറയുന്നത്. അതാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ല ടെമ്പറേച്ചർ. നമ്മൾ ടെമ്പറേച്ചർ കുറക്കും തോറും എ സിയുടെ കംപ്രസർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടെമ്പറേച്ചർ എത്ര നമ്മൾ കുറച്ച് വെക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ എ സിയുടെ കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയം കൂടും. തണുപ്പ് കൂടുതൽ കിട്ടും, അതിനനുസരിച്ച് നമ്മുടെ കംപ്രസർ വർക്കിംഗ് കൂടും, അതിനനുസരിച്ച് നമ്മുടെ കറണ്ട് ബില്ലും കൂടും. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എപ്പോഴും ടെമ്പറേച്ചർ കൂട്ടി വെക്കാൻ തോന്നും. കഴിയുന്നത് നമ്മളൊരു 24 അല്ലെങ്കിൽ 25 ഡിഗ്രി ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ രാത്രിയാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു 10 മണിക്കൂറൊക്കെ 10 മണിക്കാണ് നമ്മൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ 10 മണിക്ക് എ സി ഓൺ ആക്കിയിട്ട് അല്ലെങ്കിൽ 9:00 എ സി ഓൺ ആക്കിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ മാത്രം നമ്മൾ എ സി ഇടുക. എന്നിട്ട് അതിന് ശേഷം എ സി ഓഫാക്കിയതിന് ശേഷം ഫാൻ ഇടുക. ചില ആൾക്കാർ പറയാറുണ്ട് എ സിയുടെ കൂടെ ഫാൻ ഇട്ടാൽ പെട്ടെന്ന് തണുക്കുന്നു. അങ്ങനെയില്ല. എ സിയുടെ കൂടെ നിങ്ങൾ ഒരിക്കലും ഫാൻ ഇടരുത്. കാരണം എ സിയുടെ കൂടെ ഫാൻ ഇട്ടാൽ കറണ്ട് ബില്ല് കൂടാനാണ് ചാൻസ്. എ സി ഞാനീ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ നിങ്ങൾ എ സി ഓണാക്കിയതിന് ശേഷം ഉപയോഗിച്ചതിന് ശേഷം നമുക്കറിയാം റൂം ടെമ്പറേച്ചറൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എ സിയുടെ കംപ്രസറൊക്കെ കട്ട് ഓഫ് ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 20 അല്ലെങ്കിൽ 24 നമ്മൾ സെറ്റ് ചെയ്യുന്നെങ്കിൽ റൂം ടെമ്പറേച്ചർ അങ്ങനെ 24 തന്നെ കിടക്കും. എന്നിട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ സീലിംഗ് ഫാന് ഒരു 2-3 സ്പീഡിലൊക്കെ ഇട്ടാലും നമുക്ക് ഏകദേശം രാവിലെ വരെയുള്ള ആ ടെമ്പറേച്ചറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമുക്കത് ഉറങ്ങാൻ കഴിയും ഈസി ആയിട്ട്. അതെല്ലാം നമ്മൾ രാത്രി 10 മണിക്ക് ഇട്ടു, നമ്മൾ എപ്പോഴാണ് എണീക്കുന്നത്, രാവിലെ 7 മണി 8 മണിക്കൊക്കെ എണീക്കും, അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും സമയം, അഥവാ കണ്ടിന്യൂസ് നമ്മൾ എ സി 8 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മിനിമം നമ്മളൊരു കംപ്രസർ 4 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. 4 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, 1 ടൺ എ സി ആണെങ്കിൽ, ഇൻവെർട്ടർ എ സി ആണെങ്കിലും ഒരു 1000 വാട്ട്സ് ആയിരിക്കും നമ്മുടെ കംപ്രസറിൻ്റെ ഇത് വരുന്നത്, വാട്ട്സ് വരുന്നത്. അപ്പോൾ അത് 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 1 യൂണിറ്റ് കറണ്ടാവും. ഇൻവെർട്ടർ എ സി ആണെങ്കിൽ അത് ഹാഫ് സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ 500 വാട്ട്സെങ്കിലും എടുക്കും. അഥവാ 4 മണിക്കൂർ വർക്ക് ചെയ്താൽ നമുക്ക് 2 യൂണിറ്റ് ഏകദേശം കറണ്ടാവും. അപ്പോൾ ഈ 2 യൂണിറ്റ് കറണ്ട് വരുമ്പോൾ 2 മാസത്തേക്കാണ് നമുക്ക് കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ ഇൻറ്റു 60 ദിവസം വെച്ച് കൂട്ടുകയാണെന്ന് വെച്ചെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് കറണ്ട് ബില്ല് വരിക. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മൾ 20-ന് താഴെ കൊണ്ടുപോകരുത്. മാക്സിമം നമ്മൾ 24 സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഒരു കാര്യമാണ്, എ സിക്ക് ഓട്ടോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ റിമോട്ടിൽ മോഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കൂൾ മോഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓട്ടോ മോഡ് കിട്ടും. ഓട്ടോ മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഓട്ടോ മോഡ് ഓൾറെഡി നമ്മുടെ കമ്പനി എ സിയിൽ സെറ്റ് ചെയ്തിരിക്കുക 24 ഡിഗ്രി ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, കംപ്രസർ ഓഫ് ആവും. അഥവാ നമ്മൾ ഔട്ട്ഡോർ 24 ഡിഗ്രി ആയാലും ഏത് മോഡിലും കംപ്രസർ ഓഫ് ആവും, നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആയാലും. പക്ഷേ ഇത് കംപ്രസർ ഓഫ് ആവും, കുറച്ച് സമയം നമ്മുടെ ഇൻഡോർ ഫാൻ ഓൺ ആവും, അത് കഴിഞ്ഞിട്ട് ഇൻഡോർ ഫാനും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. നേരെ മറിച്ച് നമ്മൾ കൂൾ മോഡിലിടുമ്പോൾ ഒരിക്കലും നമ്മൾ ഇൻഡോർ ഫാൻ മോട്ടർ ഓൺ ആവുന്നില്ല. ഇത് അത്രത്തോളം എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് കമ്പനി. ഓട്ടോ മോഡിലാവുമ്പോൾ ഫാനും കൂടി നമ്മളിത് ഓഫ് ആവും. അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്.
നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള ടൈമിൽ നമുക്ക് ഡ്രൈ മോഡ് യൂസ് ചെയ്യാം. നമുക്കറിയാം ഡ്രൈ മോഡ് ആകുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഡോർ ഫാൻ കുറച്ച് സമയം ഓഫാവും. അതേപോലെ കംപ്രസർ നമ്മൾ ഈ എ സി സിഗ്നൽ കൊടുക്കുന്നതിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ കൂൾ മോഡിലാണ് എപ്പോഴും ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മളെ കംപ്രസർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലിങ്ങനെ ഫാൻ ഓഫ് ആവുന്ന ഓപ്ഷനൊന്നുമില്ല. കൂൾ മോഡിലാകുമ്പോൾ ഫുൾ ടൈം നമ്മൾ ഫാൻ ഓൺ ആയിക്കൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മൾ ഞാനീ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് എ സിയുടെ മെയിൻ. കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അതിനാണ് നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. സ്പീഡ് ഇൻവെർട്ടർ എ സി ആണെങ്കിൽ പോലും അതിൻ്റെ സ്പീഡ് കൂട്ടിയും കുറയുന്നതൊക്കെ നമ്മൾ എത്ര ഡിഗ്രിയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇരിക്കുന്നത്.